നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 110 വരാം. ഇവിടെ ഒരു ടെട്രാഹെഡ്രൺ ആണ്. ടെട്രാഹെഡ്രൺ വരയ്ക്കേണ്ട വിധമൊക്കെ ഞാൻ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കി പഠിക്കുക. ഇവിടെ നമുക്ക് ടെട്രാഹെഡ്രന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഉണ്ട്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ്. ടെട്രാഹെഡ്രന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ 4 ഫേസ് ആണുള്ളത്. 4 ഫേസും ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ ഫേസ് ആണ്. അപ്പൊ അതിൽ ഒറ്റ ഡയമെൻഷനെ തരത്തുള്ളൂ. നമ്മളുടെ ട്രയാങ്കിള് പിരമിഡ് പോലെ അല്ല, അത് ഒറ്റ ഡയമെൻഷനെ തരത്തുള്ളൂ. അത് ബേസ് 50 ആണ്. നിങ്ങൾ എന്തായാലും ആ ലെക്ചർ പോയി കാണുക. കണ്ട ശേഷം നിങ്ങൾ വരുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് എങ്ങനെ ടെട്രാഹെഡ്രൺ പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, when we cut with a section plane we will get a true shape of triangle of base 30 and height 35. ഈ ക്വസ്റ്റ്യനും വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യണമെന്ന്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസ് 30 ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുത്തിട്ട് സെൻട്രൽ ലൈനിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. ഇതിന്റെ സെൻട്രൽ ലൈൻ ഇതാണെങ്കിൽ അവിടെ നിന്ന് 15 എടുത്ത് മുകളിലോട്ട് മാർക്ക് ചെയ്യുക, 15 എടുത്ത് താഴോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് 15 ആൻഡ് ദിസ് ഇസ് 15. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നോക്കി, ഇതാണ് ലാറ്ററൽ എഡ്ജുകൾ. OA, OB, OC ആണ് ലാറ്ററൽ എഡ്ജുകൾ. AB, AC ഒക്കെ ബേസ് എഡ്ജ് ആണ്. നേരെ എന്ത് ചെയ്യുക, നമ്മൾ ലാറ്ററൽ എഡ്ജിലേക്ക് കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കുക. ലാറ്ററൽ എഡ്ജിലേക്ക് മീറ്റ് ചെയ്യിപ്പിക്കുക. ഈ വരയ്ക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 30 ആയിട്ട് മാറി കാണും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ നേരെ മുകളിലോട്ട്, ഇത് എവിടെയാണ്? OAയിലും OCയിലുമാണ്. നമ്മുടെ OA OC ഈ ലൈനാണ്. ആ ലൈനിലേക്ക് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ 30 എന്ന് പറഞ്ഞ ബേസ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ യൂസ് ചെയ്തത്. ഇനി നമ്മൾ 35 ഉപയോഗിക്കാൻ പോവുകയാണ്. ആ 35 നമുക്ക് ഫ്രണ്ട് വ്യൂയിലേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ കിട്ടിയ പോയിന്റ് 1 എന്ന് എടുത്തു. ആ 1ൽ നിന്ന് ഞാൻ H35, അതായത് കോമ്പസിൽ 35 എടുത്തിട്ട് OB എന്ന് പറയുന്ന എഡ്ജിനെ കട്ട് ചെയ്യുക. ഈ ലാറ്ററൽ എഡ്ജ് ആണ്, അതിനെ കട്ട് ചെയ്യണം. ബേസിൽ പോയി കട്ട് ചെയ്തത്. ഇതിന് ബേസിൽ കട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബേസിലല്ല കട്ട് ചെയ്യേണ്ടത്, ലാറ്ററൽ എഡ്ജ് തന്നെ കട്ട് ചെയ്യണം. ഈ OBയിൽ തന്നെ കട്ട് ചെയ്യണം. അങ്ങനെ എന്നാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. കാരണം ബേസ് എന്ന് പറയുന്നത് ABയും BCയും ആണ്. 2 എഡ്ജാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിൽ കട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് 2 പോയിന്റുകൾ കിട്ടും. അത് നമുക്ക് ശരിയാകത്തില്ല. നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ OAയിലും OCയിലും 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒറ്റ പോയിന്റ് മതി. ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒറ്റ പോയിന്റ് മതി. നിങ്ങൾ താഴെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്തായിട്ട് മാറും? അത് റെക്ടാങ്കിൾ ആയിട്ട് മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ OBയിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ OBയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിക്വയർഡ് കട്ടിംഗ് പ്ലെയിൻ കിട്ടി. സോ ദിസ് ഈസ് ദ റിക്വയർഡ് cutting plane. You have to look from here. ഇവിടെ നിന്ന് നമ്മൾ നോക്കുക. When you measure this angle theta, and theta will be 17. This theta will be 17 degree. So ഇത്രയും പോർഷൻ ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. അത് സോളിഡ് ആയിട്ട് വരയ്ക്കുക. ബാക്കി മുകളിലത്തെ ടോപ്പ് പോർഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ OBയിലുള്ള ഡിസ്റ്റൻസ് താഴേക്ക് കൊണ്ടുവരിക. കണ്ടോ? OBയിലേക്ക് കൊണ്ടുവരിക. ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ദിസ് വിൽ ബി 1 and 1 and this is 2. ദെൻ നമുക്ക് ആ സെക്ഷൻ നമുക്ക് ടോപ്പ് വ്യൂല് വളരെ ഈസി ആയിട്ട് കാണിക്കാം. സോ നമുക്ക് ഇതൊക്കെ കളയാം കേട്ടോ. പിന്നെ ഇതെല്ലാം കളയാം. ദെൻ ഇത് നമുക്ക് സെക്ഷൻ ഇവിടെ. സോ ഇതൊക്കെ തിക്ക് ലൈൻ ആണ്. ഇതെല്ലാം തിക്ക് ലൈൻ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഔട്ടർ ഒക്കെ തിക്ക് ലൈൻ ആയിരിക്കും. അതെല്ലാം ഞാൻ ബ്ലാക്ക് ആയിട്ട് കാണിക്കുകയാണ്. നിങ്ങൾ ആ ഓട്ടോക്കാ ഡ്രോയിങ് ഒന്ന് കാണണം കേട്ടോ. ഓഫ് കോഴ്സ് നമുക്ക് ട്രൂ ഷേപ്പ് വരയ്ക്കാൻ നമുക്കറിയാം. നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഞാൻ ഈ വീഡിയോസ് എല്ലാം മിനിമം ലെങ്തിൽ മിനിമം ടൈമിൽ തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഓക്സിലറി, ഇതിന്റെ ആക്ച്വലി ഓക്സിലറി ആവശ്യം വരില്ല. Oയിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസും 1 ഡിസ്റ്റൻസും എടുക്കുക. ഈ XY ലൈനിൽ നിന്ന് എന്താണ് XY ലൈനിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. നമുക്ക് ട്രയാങ്കിൾ ഇവിടെ കിട്ടും. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ ഹാച്ച് ചെയ്യുക. ഓക്കെ.